ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. തലമുറകളായി താമസിക്കുന്ന സ്വന്തം കിടപ്പാടത്തിന്റെ പട്ടയം കിട്ടാൻ നെട്ടോട്ടമുള്ളുകയാണ് കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ സ്രായിക്കാട് വാർഡിലെ കുടുംബങ്ങൾ. പട്ടയമില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഇവർക്ക്. പലപ്പോഴായി ജനപ്രതിനിധികളിൽ പലരും വന്ന് പ്രതീക്ഷ നൽകി പോയെങ്കിലും ഇടപെടലുകൾ ഒന്നും ഫലം കണ്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊല്ലത്ത് നിന്നും സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് കിടപ്പാടത്തിന് പട്ടയം കിട്ടാൻ. അമ്മയ്ക്ക് വീടില്ല, അമ്മയ്ക്ക് സ്ഥലമില്ല, എല്ലാം കയറി മൊത്തം അമ്മയ്ക്ക് കിടക്കുക. അമ്മ നോക്കുമ്പോൾ അല്ലാതെ ആ രീതിയിൽ അമ്മ കിടക്കണം. അമ്മയ്ക്കൊന്നുമില്ല. സ്വന്തം കിടപ്പാടത്തിന്റെ പട്ടയം ലഭിക്കാൻ റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്ത 24 കുടുംബങ്ങൾ. 5 തലമുറകൾ പിന്നിട്ടിട്ടും ആലപ്പാട് പഞ്ചായത്തിലെ സ്രായിക്കാട് വാർഡിലെ ജനങ്ങളാണ് താമസ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കാതെ പ്രതിസന്ധി നേരിടുന്നത്. TS കനാൽ തീരത്ത് സ്രായിക്കാടിന് കിഴക്കേക്കരയിലെ 6ാം വാർഡിലെ ജനങ്ങളാണ് 5 തലമുറകൾ പിന്നിട്ടിട്ടും താമസ സ്ഥലത്തിന്മേലുള്ള അവകാശം ലഭിക്കാത്തവർ. ഇപ്പം നമുക്കൊരാപത്ത് വന്നാലും ഒരു ലോൺ എടുക്കാനായാലും അവിടെ ചെന്നാലും നിങ്ങൾക്ക് പട്ടയം ഇല്ല, ഇല്ലെന്ന്. പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ വീടും കിട്ടിയതാണ്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമുക്കത് കിട്ടത്തില്ല. ഈ പട്ടയം ഇല്ലെന്നും പറഞ്ഞ് നമ്മളെ എങ്ങ് തഴഞ്ഞിട്ടേക്കുന്ന രീതിയിലാണ്. പക്ഷേ വോട്ട് ചോദിക്കാൻ വരുമ്പോഴും ഞാൻ മുമ്പേ പറയുന്നത് ഞങ്ങൾക്ക് പട്ടയം തരണേ, ഞങ്ങളുടെ പടിഞ്ഞാറപ്പുറം നോക്കി ഇടിഞ്ഞ് പെര പോയി, ഗവൺമെന്റിന്റെ പെര കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഫലമുണ്ട്. കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അധികവും. പട്ടയമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ബാങ്ക് വായ്പകൾ, മറ്റ് സർക്കാർ സഹായങ്ങൾ എല്ലാം ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിലും ഉൾപ്പെടുത്തുന്നില്ല. വീട്ടിൽ താമസിച്ചിട്ട് 50-55 വർഷമായി. ആ വീട് വന്നെന്ന് കാണും. നമുക്ക് നിർബന്ധമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടയം വേണം. അത് നിർബന്ധമാണ്. ഇനി ഇപ്പം കയറിയ ഏത് ഭരണമാണെന്ന് പറഞ്ഞാലും ആരാന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് അനുവദിച്ച് തന്നാൽ ഏറ്റവും ഉപകാരം. വീടുകൾ പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ സാധിക്കുന്നില്ല. വീടുകളിൽ ഭൂരിഭാഗവും താമസയോഗ്യവുമല്ല. ഏകദേശം 60-80 വർഷങ്ങൾക്ക് മുകളിൽ താമസിക്കുന്നവരിവിടുണ്ട്. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങി. ഞങ്ങൾക്ക് പട്ടയത്തിൻ്റെ കാര്യത്തിനാണേലും ഈ കല്ലെടുക്കിൻ്റെ കാര്യത്തിനാണേലും ഒരുപാട് ഓഫീസുകളിൽ ഞങ്ങൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെയും അതിനൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. 80, 70, 60 അങ്ങനെ വളരെ അധികം വർഷങ്ങളിൽ താമസിക്കുന്ന, കായൽ പുറംപോക്കിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ പല പ്രാവശ്യവും പരാതികൾ കൊടുത്തിട്ടുള്ളതാണ്. ഇന്ന് വരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ജനപ്രതിനിധികളും ഒരു രാഷ്ട്രീയക്കാരും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കായൽ പുറമ്പോക്കായതും ആലപ്പാട് പഞ്ചായത്തിനെ ഖനന പ്രദേശമെന്ന് സർക്കാർ രേഖപ്പെടുത്തിയതുമാണ് പട്ടയം നൽകാൻ തടസ്സമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇത് ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയല്ലെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. 266 വോട്ടർമാരാണ് നമുക്ക് നിലവിലുള്ളത്. ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റുകൾ അവിടെ ചട്ടങ്ങൾ, ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾക്ക് ചില ഭേദഗതികൾ വരണം. ആ ഭേദഗതികൾ ഭേദഗതി വരുത്തിയാൽ മാത്രമേ ഈ സമൂഹത്തിന് നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മാറി മാറി വരുന്ന ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകി മടുത്തു. അമ്മയ്ക്കൊരു ദുഃഖവും എല്ലാ ദുഃഖവും മോനെ, 1 സെന്റ് ഭൂമി അമ്മയ്ക്ക് ഇല്ലാത്ത ദുഃഖം അമ്മ കാണിക്കാൻ കിടക്കുന്നത് മക്കൾ. സംസ്ഥാന സർക്കാർ നിലവിലുള്ള ചട്ടത്തിൽ ഭേദഗതി വരുത്തിയാൽ ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വലിയ വാഗ്ദാനങ്ങൾ ഉറപ്പു നൽകിയ അധികാരത്തിലേറിയ പുതിയ സർക്കാരിൽ വിശ്വാസമർപ്പിച്ച് ഈ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രതീക്ഷ ഒട്ടും മങ്ങാതെ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.